മുത്തും പഴവും അതിൻ്റെ തീർത്ഥയാത്ര വീണ്ടും തുടരുകയാണ്. പൗർണമി സാറിൻ്റെ പാട്ടുകളിൽ സിംഹഭാഗം പാട്ടുകളിലും വന്നിരിക്കുന്ന വാക്കായ പാടി അല്ലെങ്കിൽ പാടുക പാട്ട് എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണാത്മക വിഷയം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ചിത്രം MT സാർ ഹരിഹരൻ സാറിൻ്റെ ടീമിലുണ്ടായ അതിമനോഹരമായ ഒരു കോംബോ ആരണ്യകം. അധികം ആരും കേട്ടിട്ടുള്ള സംഗീത സംവിധാനമാണ് ശ്രീ രഘുനാഥ് സേത്. അദ്ദേഹം നല്ലൊരു പുല്ലാങ്കുഴൽ വാദകനാണ്, നല്ല മ്യൂസിഷ്യനാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. 2 ഗാനങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ, സ്നേഹാതുരമായി തൊട്ടുരിയാടിയ പോലെ, ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ, മണ്ണിൻ്റെ ഇളം ചൂടാർന്നൊരു മാറിൽ ഈറനാമൊരിന്തു കിരണം പൂവ് ചാർത്തിയ പോലെ, കണ്ണിൽ പൂങ്കവിളിൽ തൊട്ട് കടന്നു പോകുവതാരോ, കുളിർ പകർന്നു പോകുവതാരോ, തെന്നലോ തേൻ തുമ്പിയോ, പൊന്നരയാലിൽ മറഞ്ഞിരുന്ന് നിന്നെ കണ്ട് കൊതിച്ചു പാടിയ കിന്നര കുമാരനോ. ഓ കണ്ടോ, പൊന്നരയാലിൽ മറഞ്ഞിരുന്ന് ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം പറയാണ് തേൻ തുമ്പിയാണോ എല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം പൊന്നരയാലിൽ മറഞ്ഞിരുന്ന് നിന്നെ കണ്ട് കൊതിച്ചു പാടിയ കിന്നരകുമാരൻ. കണ്ടോ, ഈ വാക്ക് പ്രയോഗിക്കാൻ വീണ്ടും അദ്ദേഹം കൊതിയായാണ്. കൊതിച്ചുകൊണ്ട് തന്നെയാണ് ഈ വാക്ക് വീണ്ടും പ്രയോഗിച്ചിരിക്കുന്നത്. നിന്നെ കണ്ടു കൊതിച്ചു പാടിയ കിന്നരകുമാരനോ. ഇതിൽ ചിത്രചേച്ചി പാടിയ എന്താ പറയുക, തേൻ പോലെയുള്ളൊരു ഗാനമുണ്ട്. ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിയിലൊന്നൊരുക്കി വച്ചില്ലേ, തനിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ, ഇന്നും ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിയിലൊന്നൊരുക്കി വച്ചില്ലേ. ഇതിൻ്റെ അനുപല്ലവിയിൽ കൂഹു കൂഹു ഞാനും പാടാം കുയിലേ കൂടെ വരാ. നോക്കൂ, കുഹു 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 ഇങ്ങനെയാണ് തുടങ്ങുന്നത്. എൻ്റെ രസമാണ്. അതായത് ഇങ്ങനെ കുയിൽ പാടുന്നത് പോലെയാണ് ചെയ്തിരിക്കുന്നത്. കുഹു കുഹു ഞാനും പാടാം കുയിലേ കൂടെ വരാ. നോക്കൂ, കുയിലിനെ കൊണ്ടും പാടിക്കുകയാണ് അനുപല്ലവിയിൽ. കുഹു കുഹു ഞാനും പാടാം. അപ്പോൾ ഈ ചിത്രത്തിലെ നമ്മൾ പറയുന്ന ആരണ്യകം എന്ന ചിത്രത്തിലെ ശ്രീ രഘുനാഥ് സേത് ചെയ്ത 2 ഗാനങ്ങളിലും ONV സാറ് 2 പ്രാവശ്യം തൻ്റെ സ്റ്റാമ്പായിട്ടുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് തൽക്കാലം വിട പറയുകയാണ്. ഈ 2 പാട്ടുകളും നമ്മൾ മലയാളി ഹൃദയത്തോട് ചേർത്ത പാട്ടുകളാണ്. ഇനി ആസ്വദിക്കുമ്പോൾ നിങ്ങൾ ഈ വാക്കെത്തുമ്പോൾ എന്നെ ഓർക്കണം, ONV സാറ് പ്രയോഗിച്ച വാക്കിനെ ഓർക്കണം. നമുക്ക് വീണ്ടും കാണാം അടുത്ത അധ്യായത്തിൽ.